ഹായ് ഫ്രണ്ട്സ്, എഡ്യൂഷൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനസ്. ഞാൻ ഇന്നുള്ളത് ബാംഗ്ലൂരിലെ ക്രിസ്ത്യൻ മലയാളി മാനേജ്മെന്റ് കോളേജായ ഭാരതി കോളേജിലാണ്. ഞാൻ മുന്നേ ഈ ഒരു കോളേജിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് കേരളത്തിൽ നിന്നും ധാരാളം സ്റ്റുഡൻസ് ഞങ്ങൾക്ക് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു കോളേജിൽ വന്നിട്ട് വീഡിയോ ചെയ്യുന്നത്. 2024-25 അക്കാദമിക് ഇയറിലെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ കോളേജിലെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കോളേജിൽ പോയി ചോദിച്ചറിയാം. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഞാൻ മുന്നേ ഈ ഒരു കോളേജിന്റെ വീഡിയോ ചെയ്തിട്ട് ധാരാളം സ്റ്റുഡൻസ് ആ വീഡിയോ കണ്ടിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരിനെയും കണ്ടിട്ട് കോളേജിലെ വിശേഷങ്ങൾ അവരോടും ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കോളേജിലേക്ക് പോകാം. അതായത് ഒരിക്കലും നഴ്സിംഗിന്റെ വാതിൽ അടഞ്ഞു പോകത്തില്ല, അത് കണ്ടിന്യൂ തന്നെയാണ്. എവിടെയാണ് BSc എടുക്കാൻ വേണ്ടി പറ്റുന്നത് അവർക്ക് ജനറൽ നഴ്സിംഗ്, അത് GNM എന്ന കോഴ്സ് എടുത്തിട്ട് പിന്നീട് BSc ആയിട്ട് മാറാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കേരളത്തിൽ LBS ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം, അപ്പൊ അതിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്ലസ് ടുലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മാർക്കറ്റിംഗ്? കേരളത്തില് ഒരു ഇയർ വെയിറ്റ് ചെയ്തിട്ട് കിട്ടാതെ വന്നിട്ട് പിന്നെ ജോയിൻ ഇയാളല്ലേ? BSc കൂടുതൽ വരുന്നത് പോസ്റ്റ്. അന്നേരം അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി വെയിറ്റേജ് അല്ലെങ്കിൽ വാല്യൂ കൂടുതൽ കിട്ടും. ഇപ്പം ഇപ്പം ഞാൻ യൂറോപ്പിൽ കണ്ടിരിക്കുവാണ്. ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ GNM കഴിഞ്ഞ് പോസ്റ്റ് BSc കഴിഞ്ഞ് ഒരാൾ ജോലിക്ക് അപ്രോച്ച് ചെയ്യുന്നു, BSc കഴിഞ്ഞ് ഒരാൾ ജോലിക്ക് അപ്രോച്ച് ചെയ്യുന്നു. ഒറ്റ വേക്കൻസി അവിടെ ഉള്ളൂ എങ്കിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത് GNM കഴിഞ്ഞിട്ട് പോസ്റ്റ് BSc. കാരണം ഇവിടുത്തെ ക്ലിനിക്കൽ എങ്ങനെയാണ്? പിന്നെ ഒരുപാട് പേരൻസിനുള്ള ഡൗട്ടാണ്, പഠിക്കുന്ന കോളേജിനും ഹോസ്പിറ്റലിൽ വേണം, അപ്പൊ അങ്ങനെയുള്ള ഇതൊന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. റെക്കോർഡ് ആണെങ്കിലും അസൈൻമെന്റ് ആണെങ്കിലും അവര് നമുക്ക് ഹെൽപ്പ് ചെയ്യും. എങ്ങനെ എഴുതുന്നതെന്നൊക്കെ പറഞ്ഞുതരും. ഹായ് സാർ, സുഖമായിരിക്കുന്നു? ഓക്കെ സാർ, ഇപ്പോ കഴിഞ്ഞ ട്രിപ്പ് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കോളേജിനെ പറ്റിയിട്ട്. അപ്പൊ ഈ വർഷത്തെ അക്കാദമിക് ഇയറിൽ അഡ്മിഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് അതിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ അഡ്മിഷനും ഈ കോളേജിനെ പറ്റിയിട്ടും പിന്നെ അതുപോലെ തന്നെ പ്ലസ് ടുവിൽ ബയോളജി സയൻസ് എല്ലാം മറ്റു സ്ട്രീം പഠിച്ചവർക്ക് നേഴ്സിംഗ് എടുക്കാൻ അല്ലെങ്കിൽ BSc നേഴ്സിംഗ് എടുക്കാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ നേഴ്സിംഗ് മേഖലയിലേക്ക് എത്തിപ്പെടാൻ ഏതൊക്കെ കോഴ്സുകൾ പഠിക്കണം എന്നുള്ള ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു. അതായത് ഒരിക്കലും നഴ്സിംഗിന്റെ വാതിൽ അടഞ്ഞു പോകത്തില്ല, അത് കണ്ടിന്യൂ തന്നെയാണ്. എവിടെയാണ് BSc എടുക്കാൻ വേണ്ടി പറ്റുന്നത് അവർക്ക് ജനറൽ നഴ്സിംഗ്, അത് GNM എന്ന കോഴ്സ് എടുത്തിട്ട് പിന്നീട് BSc ആയിട്ട് മാറാൻ വേണ്ടി പറ്റും. ആക്ച്വലി അതെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നല്ല സിസ്റ്റമായിട്ട് ഞാൻ പേഴ്സണലി എൻകറേജ് ചെയ്യുന്നുണ്ട്. കാരണം ഞാനത് എനിക്ക് കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ലൈക്ക് കോഴിക്കോട് ഭാഗത്ത് കുറച്ച് പിള്ളേരൊക്കെ എൻക്വയറി വന്ന സമയത്തും പിന്നെ അന്നത്തെ ഫീസ് ഒത്തിരി ഇപ്പം BScയുടെ ട്രെൻഡ് കൂടിയപ്പോഴത്തേക്ക് ഫീസ് ഒത്തിരി അങ്ങ് കൂടിയിട്ടുണ്ട്. അതിൽ ആ കൂടിയ സമയത്ത് ലൈക്ക് അത്രയും അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഫാമിലീസ് കുറവായിരുന്നു. സോ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ GNM എടുക്കും. ബട്ട് നമ്മുടെ കോളേജിൽ തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് 85% മാർക്കൊക്കെ വാങ്ങിച്ച പിള്ളേർ കേരളത്തിൽ ട്രൈ ചെയ്ത് കിട്ടിയില്ല. എന്നിട്ട് അവർക്കാണെങ്കിൽ ഇത്രയും ഫീസ് കൊടുത്തിട്ട് പിന്നെ BSc പഠിക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അവർക്കില്ല. ആ കൊച്ചുങ്ങൾക്ക് GNM എടുത്തു. ഇവിടെ 10-12 പിള്ളേര് എബോവ് 80% സയൻസ് മാർക്ക് വാങ്ങിച്ചിട്ട് GNM പഠിക്കുന്ന പിള്ളേരുണ്ട്. ഓക്കെ, എനിക്ക് ഞാൻ അവരെ നിങ്ങൾ പോകുന്ന പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പറ്റും. അങ്ങനെ അതുകൊണ്ട് ഒരിക്കലും നഴ്സിംഗിന്റെ വാതിൽ അടഞ്ഞു പോകത്തില്ല. എൻട്രൻസ് എക്സാമിനേഷൻസ് അല്ല, അങ്ങനെ ഇപ്പം എന്താ പറയുക, നിങ്ങൾ ഫിനാൻഷ്യലി മാറ്റേഴ്സ് ആകട്ടെ, എൻട്രൻസ് എക്സാമിനേഷൻസ് ആകട്ടെ, ഇങ്ങനത്തെ എന്ത് വന്നിട്ടുണ്ടെങ്കിലും നേഴ്സായിട്ട് പഠിക്കണം എന്നൊരു കൊച്ചു ആഗ്രഹിക്കുകയാണ്. പഠിക്കാൻ മുന്നിൽ 100 വഴികളുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ കണക്ക് പ്രകാരം, എനിക്ക് എൻ്റെ അറിവ് പ്രകാരം ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു നഴ്സിംഗിന്റെ ഒരു കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോൾ ANM എന്നൊരു കോഴ്സ് എടുക്കും, അത് കഴിഞ്ഞാൽ GNM വരും. അതിനെക്കുറിച്ച് കുറച്ച് വലിയൊരു കോഴ്സായിട്ട് GNM കൺസിഡർ ചെയ്യുന്നത്. ANM 2 വർഷത്തെ കോഴ്സായിരിക്കും,
GNM 3 വർഷത്തെ കോഴ്സ് ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ BSc 4 വർഷത്തെ കോഴ്സാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു കോഴ്സാണ് വരുന്നത് പോസ്റ്റ് BSc. അത് GNM കഴിഞ്ഞ പിള്ളേർക്ക് ഡിഗ്രി ആയിട്ട് മാറാൻ വേണ്ടിയിട്ട്, അതായത് BSc ഈക്വലൈസേഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് പോസ്റ്റ് BSc. അത് കഴിഞ്ഞിട്ട് MSc, പിന്നെ MPhil, PhD. ഇതിങ്ങനെയാണ് അതിന്റെ കാറ്റഗറി പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു ഈ ഓർഡർ ANM, GNM, BSc, പോസ്റ്റ് BSc. അത് ആ ഹൈറാർക്കി ഓർഡർ കൊടുത്തിരിക്കുന്നത്. ANM ഏറ്റവും താഴെ കിടക്കുന്ന കോഴ്സ്, അതിന്റെ മുകളിൽ GNM, അതിന്റെ മുകളിൽ BSc, അതിന്റെ മുകളിലാണ് പോസ്റ്റ് BSc. അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ചോദിക്കാൻ വേണ്ടി വരും, എന്റെ മൈൻഡിലുണ്ട്. ഓക്കെ, അപ്പോ ചോദിക്കാം സാർ. അത് എന്തുകൊണ്ടായിരിക്കാം അതിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് എന്തുകൊണ്ടാണ് ഈ BScന്റെ മുകളിലേക്ക് ഈ പോസ്റ്റ് BSc കൊടുക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിലും, നമ്മൾ ഈ നഴ്സിംഗിന്റെ പഠിത്തവുമായി ബന്ധപ്പെട്ട് 2 സെക്ഷനായിട്ടാണ് പോകുന്നത്. ഒന്ന്, നമ്മൾ ക്ലിനിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രെയിനിങ് ആയിട്ട് ഒരു സെക്ഷൻ പോകും, ഒരു സെക്ഷൻ തിയറി ആയിട്ടും പോകും. അത് നമ്മൾ ഈ യൂറോപ്യൻ കൺട്രീസ്, നമ്മൾ ഇപ്പൊ എല്ലാവരും ആഗ്രഹമാണ് ഓസ്ട്രേലിയ, UK, US പോവുക, അയർലൻഡ് സെറ്റിൽ ആകാൻ ഒക്കെ ഒത്തിരി ആഗ്രഹമാണ്. അവർ ഈ ഇരിക്കുന്നത് അവർ ഏറ്റവും കൂടുതൽ UAE രാജ്യത്ത്, അതായത് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് സെറ്റിൽ ആകാനൊക്കെ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ യൂറോപ്യൻ കൺട്രീസാണ്. യൂറോപ്യൻ കൺട്രീസിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതേപോലെ കർണാടക നഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് പഠിച്ചോ ആ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ, അത് മാത്രം പോരാ. അതിന് പുറമെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് ഭയങ്കര വാല്യൂ ആണ്. ട്രാൻസ്ക്രിപ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതൊന്ന് പറഞ്ഞുതരാം സാർ. ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു അക്കാഡമിക് ഇയറിനകത്ത് നമുക്ക് ആ കൊച്ചിന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, എത്ര % അറ്റൻഡൻസ് ഉണ്ടായിരുന്നു, തിയറി ക്ലാസ്സിൽ എത്ര അതായത് ഇപ്പം യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്നത് ചിലപ്പോൾ ഒരു സബ്ജക്റ്റിന് 60 മണിക്കൂർ ആണെങ്കിൽ നമ്മൾ എത്ര മണിക്കൂർ കൊണ്ടാണ് കവർ. ചിലപ്പോൾ 60 മണിക്കൂർ കൊണ്ട് തീരത്തില്ല, നമ്മൾ ചിലപ്പോൾ 70 മണിക്കൂർ എടുത്ത് കാണുകയായിരിക്കും. എന്നാൽ നമ്മൾ അത് പ്രിസ്ക്രൈബ് ചെയ്യണം. ഇത്രയാണ് ഹവേഴ്സ് യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്നത്, പക്ഷെ ഞങ്ങൾ ഇത്ര ഹവേഴ്സ് എടുക്കുക. ഇങ്ങനെ ഒരു തിയറിയിലും പ്രാക്ടിക്കലിന്റെ 2 സെക്ഷനും കാണും. അങ്ങനെ ഈ ക്ലിനിക്കൽ സെക്ടേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ ഒരു ഓവറോൾ ആയിരിക്കുന്ന എത്ര ക്ലിനിക്കൽ അവേഴ്സ് കഴിഞ്ഞു എന്നുള്ളതും എത്ര തിയറി അവേഴ്സ് കഴിഞ്ഞു എന്നുള്ളതും അവിടുത്തെ ഗവൺമെന്റിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ട്രാൻസ്ക്രിപ്റ്റ് കോളേജിന്. പക്ഷെ ഇത് ഈ ഒരു ഇൻഫർമേഷൻസ് നമുക്ക് ഒരിക്കലും യൂണിവേഴ്സിറ്റിയിൽ കിട്ടത്തില്ല. യൂണിവേഴ്സിറ്റിയുടെ മാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. എത്ര മാർക്ക് ഉണ്ട്, ഏത് സബ്ജക്ട് പാസ്സാണോ ഫെയിലാണോ, അത് മാത്രം ഇൻഫർമേഷൻ കിട്ടുന്നത്. പക്ഷെ യൂറോപ്യൻ കൺട്രിയിലോട്ട് വേണ്ട അത് മാത്രമല്ല, പാസ്സായി എന്നത് മാത്രമല്ല, അവർക്ക് അതേപോലെ പ്രയോജനമാണ് സ്റ്റുഡൻസ് പീരീഡില് ഇവർ എത്ര മണിക്കൂർ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഇവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടറാണ്. അത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ GNM പോസ്റ്റ് BSc വരുമ്പോഴത്തേക്കും ക്ലിനിക്കൽ ഹവേഴ്സിൽ BScക്കാൾ കൂടുതൽ വരുന്നത് പോസ്റ്റ് BSc ആണ്. അന്നേരം അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി വെയിറ്റേജ് അല്ലെങ്കിൽ വാല്യൂ കൂടുതൽ കിട്ടും. ഇപ്പം ഞാനൊരു യൂറോപ്യൻ കൺട്രിയിൽ ഇരിക്കുവാണ്, ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ GNM കഴിഞ്ഞ് പോസ്റ്റ് BSc കഴിഞ്ഞ് ഒരാൾ ജോലിക്ക് അപ്രോച്ച് ചെയ്യുന്നു, BSc കഴിഞ്ഞ് ഒരാൾ ജോലിക്ക് അപ്രോച്ച് ചെയ്യുന്നു. ഒറ്റ വേക്കൻസി അവിടെ ഉള്ളൂ എങ്കിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത് GNM കഴിഞ്ഞിട്ട് പോസ്റ്റ് BSc വരും. കാരണം അവർക്ക് പ്രാക്ടിക്കൽ ഹവേഴ്സ് കൂടുതൽ പോയിട്ടുണ്ട്. അത് ഡിപ്പെൻസ്, അത് മാറി തിരിഞ്ഞൊക്കെ ഇരിക്കും, പക്ഷെ അവർക്കാണ് കൂടുതൽ ഹവേഴ്സ് പോകുന്നത്. അതുകൊണ്ടാണ് GNM BSc കഴിഞ്ഞിട്ട് പോസ്റ്റ് BScയുടെ ഹൈറാർക്കി ലെവലിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതാണ് ആക്ച്വലി നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഫീസിന്റെ കമ്പാരിസൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, BScയുടെ ഓൾമോസ്റ്റ് ഹാഫ് ഉള്ളൂ പോസ്റ്റ് GNM എന്നിട്ടും നമ്മൾ പോസ്റ്റ് BSc എടുക്കുകയാണെങ്കിൽ ഓക്കെ, കാരണം പോസ്റ്റ് BScക്ക് പിന്നെയും അതിന്റെയും പകുതി എടുക്കും. അതായത് നമ്മൾ BScക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു 60% ഫീസ് മതി GNM പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മൾ BScയും GNM മാത്രമല്ല, രണ്ടും കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും BSc പഠിച്ചിറങ്ങുന്നതിന്റെ 60% ഫീസ് മതി. അതുപോലെ തന്നെ GNM കഴിഞ്ഞിട്ട് പോസ്റ്റ് BSc എടുക്കണമെന്നുണ്ടെങ്കിൽ ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. ഒരിക്കലും ടൈം ഗ്യാപ്പ് വരത്തില്ല. അത് കർണാടകയുടെ മാത്രം ഒരു അവകാശപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പേ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 2019-20 ആ അക്കാഡമിക് ഇയർ കഴിഞ്ഞതിന് ശേഷം തൊട്ടിട്ട് നമ്മളുടെ ഈ GNMന്റെ നഴ്സിംഗിന്റെ അതായത് എക്സാമിനേഷൻ അതോറിറ്റി പണ്ട് KSD MEB എന്നൊരു ബോഡിയായിരുന്നു. അത് കർണാടക എഡ്യൂക്കേഷൻ നഴ്സിംഗ് ഡിപ്ലോമ ബോർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു KSD MEB ബോർഡായിരുന്നു ആക്ച്വലി ഈ പറഞ്ഞ എക്സാം നടത്തിയിരുന്നത്. പക്ഷെ 2019-20 ആ അക്കാഡമിക് ഇയർ കഴിഞ്ഞതിന് ശേഷം ഈ എക്സാം നടത്തുന്നത് ഇപ്പം രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഓക്കെ, അത് എക്സാം കോർഡിനേറ്റ് ചെയ്യുന്നതും എക്സാം ഡേറ്റ് ഇടുന്നതും പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നതും എല്ലാം ഇപ്പം ചെയ്യുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GNMന്റെ 3rd ഇയറിന്റെ എക്സാം ഓൾമോസ്റ്റ് ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇവരുടെ 3rd ഇയറിന്റെ എക്സാം കഴിയും. ഓക്കെ, എന്നിട്ട് വിത്തിൻ 1 മന്തിനകത്ത് അവര് മാസ് കാർഡും പബ്ലിഷ് ചെയ്യും, റിസൾട്ടും പബ്ലിഷ് ചെയ്യും, മാസ് കാർഡും പബ്ലിഷ് ചെയ്യും. ഏകദേശം ഒരു 1.5-2 മാസത്തിനകത്ത് അവർക്ക്
പേര് രജിസ്റ്റർ, അതായത് കർണാടക നഴ്സിംഗ് കോളേജിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. മിക്കവാറും അവരുടെ പോസ്റ്റ് ബേസിന്റെ അക്കാഡമിക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിസംബറിലേക്ക് ആയിരിക്കും. അന്നേരം അവർക്ക് ആ ഒരു ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ നവംബർ ആകുമ്പോഴത്തേക്കും ഇവർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ ദേ ആർ എലിജിബിൾ ടു ടേക്ക് ദി അഡ്മിഷൻ ഫോർ അന്നേരം അവർക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു അക്കാഡമിക് ഇയർ പോലും മിസ്സാകാത്ത രീതി കിട്ടും. മറ്റ് സ്റ്റേറ്റ് കണ്ടതിന്റെ ബുദ്ധിമുട്ട് ഈ എക്സാമിനേഷൻ നടത്തുന്നത് GNMന്റെ എക്സാമിനേഷൻ നടത്തുന്നത് വേറെ ആൾക്കാരും BScന്റെ എക്സാമിനേഷൻ നടത്തുന്നത് യൂണിവേഴ്സിറ്റി ആയിരിക്കും. അന്നേരം ഇവരുടെ രണ്ട് ടൈം ഇവർക്ക് ഒരേപോലെ എന്താ പറയുക പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അറിയാതെ തന്നെ ഒരു അക്കാഡമിക് ഇയർ അങ്ങ് പോയി കിട്ടും. അത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇവിടെ രണ്ടും കൂടി ഒരു ബോഡി ആയതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് GNM കഴിഞ്ഞിട്ട് പോസ്റ്റ് BCയുടെ സീറ്റ് എടുക്കത്തക്ക രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരാൾ ഇപ്പൊ GNMന് ജോയിൻ ചെയ്തത്, ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 10-12 പിള്ളേർ ഞാൻ BSc എലിജിബിൾ ആയിട്ട് പോലും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് GNM ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്ന സിസ്റ്റം സെയിം തന്നെയാണ്. അവർ GNM കഴിയുന്നു, കണ്ടിന്യൂ തന്നെ ഇവിടെ തന്നെ പോസ്റ്റ് BC കണ്ടിന്യൂ ചെയ്തു പോകും. അവരൊന്നും അറിയത്തില്ല. കാരണം അവർക്ക് കിട്ടുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് BSc സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. പോസ്റ്റ് BSc പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റൈപ്പൻഡ് കാര്യങ്ങളെല്ലാം അത് അവരെ ഓരോ ഹവേഴ്സ് ബേസിലായിരിക്കും. ഹവേഴ്സ് ബേസ് അവർക്ക് സ്റ്റൈപ്പൻഡ് കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നമ്മുടെ ഭാഗത്ത് തന്നെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് എന്തായാലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് GNM എടുത്തിട്ട്. GNM എല്ലാം കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്, ഒരിക്കലും അത് നഷ്ടമായിട്ട് വരത്തില്ല. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് GNMന് വാല്യൂ ഇല്ല, BScക്ക് മാത്രം നല്ല വാല്യൂ ഉള്ളൂ എന്നുള്ള ഒരു ഇത്. അല്ല, അങ്ങനെ അത് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞത് എപ്പോഴും BScനെക്കാട്ടും മുകളിലാണ് പോസ്റ്റ് BC വരുന്നത്. അത് വന്നത് ഗ്രാജുവേഷന്റെ ആ ഡിഗ്രിയുടെ ക്വാളിഫിക്കേഷൻ അതിനേക്കാൾ കൂടുതലായിട്ട് അവരുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രെയിനിങ്ങിന്റെ അവേഴ്സ് കൂടുതലാണ്. അന്ന് എപ്പോഴും അതിന് ഹൈറാർക്കി കൂടുതലാണ്, കുറവല്ല, നഷ്ടം വരും. കോളേജിനെ പറ്റിയിട്ടും ഇവിടുത്തെ ക്ലിനിക്കൽ എങ്ങനെയാണ്, പിന്നെ ഒരുപാട് പേരൻസിനുള്ള ഡൗട്ടാണ് അത് പഠിക്കുന്ന കോളേജിന് ഓൺ ഹോസ്പിറ്റല് വേണം, അപ്പോൾ അങ്ങനെയുള്ള ഇതൊന്ന് ചെയ്ത ഞാൻ ഈ ഓൺ ഹോസ്പിറ്റൽ എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറയാം. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ച്വലി ഓൺ ഹോസ്പിറ്റൽ വേണം എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അങ്ങനെ വേണം എങ്കിൽ മാത്രമേ ഒരു കോളേജിന് അപ്ലിക്കേഷൻ കിട്ടാൻ അങ്ങനെയൊന്നുമില്ല. പക്ഷേ അതേ സമയം തന്നെ സിലബസ് പറയുന്ന ഒരു ഹവേഴ്സ് ഉണ്ട്. അത് നിങ്ങളിപ്പം ഒരു മെഡിക്കൽ കോളേജ് ഒരു കൊച്ചു പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ടോപ്പ് മെഡിക്കൽ കോളേജിൽ ഒരു കോളേജാണ് സെന്റ് ജോൺസ്, അതേപോലെ അടുത്തൊരു കോളേജാണ് MS രാമയ്യ. ഇതൊക്കെ ടോപ്പ് മെഡിക്കൽ കോളേജ്. അവിടുത്തെ ഫീസ് തന്നെ ഏകദേശം 15 ലക്ഷത്തോളം രൂപയും പഠിച്ച് കഴിയുമ്പോഴുണ്ട്. അത് അത്രയും കാശും കുറയ്ക്ക് പഠിച്ചാൽ പോലും അവർക്ക് അതേ ഹോസ്പിറ്റൽ ജോലി കിട്ടണമെന്നില്ല. ഓക്കെ, അൾട്ടിമേറ്റ്ലി ഉദ്ദേശിക്കുന്ന ജോലി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നിങ്ങളിപ്പം ഒന്നും വേണ്ട. ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മൾ കേരളത്തിൽ ഒരാൾ ഗവൺമെന്റ് കോളേജ് പഠിച്ചിറങ്ങിയിരിക്കട്ടെ, ഇവിടെയും ഒരാൾ പഠിച്ചിറങ്ങിയിരിക്കട്ടെ. ഇവർ രണ്ടുപേരും ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് രണ്ടുപേരും ഫ്രഷറാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പഠിച്ചത് കൊണ്ട് 1000 രൂപ കൂടുതൽ സാലറി വരട്ടെ എന്ന് ഒരു ഹോസ്പിറ്റലും പറയത്തില്ല. ഓക്കെ, പ്രൈവറ്റ് കോളേജിൽ പഠിച്ചോണ്ട് നിനക്ക് 1000 രൂപ കുറച്ച് തരത്തിലൊന്നും പറയത്തില്ല. അവരെ സംബന്ധിച്ച് എങ്ങനെ നഴ്സിനെ കിട്ടിയാൽ മതി, പ്രൈവറ്റ് പഠിച്ചോ ഗവൺമെന്റ് പഠിച്ചോ എന്നുള്ളതല്ല, അവർക്ക് വർക്ക് അറിയണം എന്നത് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ആ ഒരു ബേസിനകത്ത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തെ വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ സബ്ജക്റ്റിനകത്ത് തന്നെ കുറേ സബ് ഡിവിഷൻസ് ഉണ്ട്. ഓങ്കോളജി വരുന്നുണ്ട്, റീനൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ നെഫ്രോ വരുന്നുണ്ട്, കാർഡിയാക്ക് വരുന്നുണ്ട്. സോ അങ്ങനെ ബന്ധപ്പെട്ട് പലതിനകത്തും വരുമ്പോഴത്തേക്കും ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിനകത്തും ഇവർക്ക് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ആക്ച്വലി കൊടുക്കണം. സോ നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുന്ന അതിനനുസരിച്ച് തന്നെയാണ്. ഇപ്പൊ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് നമ്മൾ ഓരോ സെമസ്റ്ററിനകത്ത് പണ്ടായിരുന്നു ഇയർ വൈസ്. ഇപ്പൊ ആദ്യം നാവിലിപ്പോ ഇയർ തന്നെ വരുന്നത് സെമസ്റ്ററോട്ട് മാറണം. കഴിഞ്ഞ വർഷം സെമസ്റ്റർ അത് ഈ സെമസ്റ്ററിനകത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സെമസ്റ്റർ ഇത്ര ഹവേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഇത്ര ഹവേഴ്സ് നമ്മൾ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ ആദ്യത്തെ ഇതിനകത്ത് ഇപ്പൊ ഫസ്റ്റ് സെമസ്റ്ററിനകത്ത് ഈ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഒന്നും നമ്മൾ വരത്തില്ല. ഇവർക്ക് ആകെ ബെഡ് മേക്കിങ്ങും ഹോസ്പിറ്റൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ എക്യുപ്മെന്റ്സാ ഉള്ളത്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. അതിന് നമ്മൾ 1 മാസത്തെ പോസ്റ്റിംഗാണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. അത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ബാച്ച് ആയിട്ടൊക്കെ നമ്മൾ മിക്കവാറും പോസ്റ്റിംഗ് പറഞ്ഞിരിക്കുന്നത്. ഒരു ബാച്ചിന് നമ്മൾ പോസ്റ്റിംഗ് പറഞ്ഞു വിടുമ്പോൾ അടുത്ത ബാച്ചിന് ഇവിടെ റിവിഷൻ ക്ലാസ്സും എക്സാംസും ആയിട്ട് മുന്നോട്ട് പോകും. അതേ ബാച്ച് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മറ്റേ ഹോസ്പിറ്റലിൽ പോയ ബാച്ചിനായിരിക്കും ഇവിടെ വെച്ച് റിവിഷൻ ക്ലാസ് നടക്കുന്നത്. അന്നേരം അക്കാഡമിക് ഇയർ നമ്മൾ ഒരു തിയറി കംപ്ലീറ്റ് ചെയ്യുന്നത് മാത്രമല്ല, റിവിഷനും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അത് നമുക്ക് പറ്റുന്നുണ്ട്. ഞങ്ങൾ 2 ഗ്രൂപ്പാക്കി മാറ്റിയതിന്റെ നമുക്കൊരു ഏറ്റവും നല്ല ഒരു നമുക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പോലെ പിള്ളേർക്ക്
ഒത്തിരി ക്രൗഡ് കാണത്തില്ല, കുറച്ച് പിള്ളേരെ കാണത്തില്ല, നല്ല പേഷ്യൻസ് കാണും. അത് പിള്ളേർ കുറച്ചുകൂടി പ്രാക്ടിക്കലി കുറച്ചുകൂടി നോളജ് എടുക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, അതൊക്കെ ഈ ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് റിവിഷൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ ഇപ്പം 60 പിള്ളേരാണെങ്കിൽ 30 പിള്ളേരാണ് പോസ്റ്റിങ്ങിന് പോയിട്ട് ബാക്കി 30 പിള്ളേരാണെങ്കിൽ ഒരു 10 ടീച്ചേഴ്സിന് 3 പിള്ളേർ വെച്ച് ട്രെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതൊരു അക്കാഡമിക് ഇയറിനെ പറ്റി ക്ലിനിക്കിനെ കുറിച്ച് നമുക്കൊരു ടെൻഷനും ഇല്ല. കാരണം നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിന്റെ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ടമെന്റൽ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് സെമസ്റ്ററിൽ അടുത്ത സബ്ജക്ട് കൂടെ അങ്ങനെ ഓരോന്നിന്റെയും കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അത് മെഡിക്കൽ കോളേജ് ആണെങ്കിലും സാധാരണ ഹോസ്പിറ്റൽ ആണെങ്കിലും, അതിനേക്കാൾ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് മാർക്ക് മേടിച്ച് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുക. ഓക്കെ, ഈവൻ ആ സർട്ടിഫിക്കറ്റിന്റെ ബേസിലാണ് നിങ്ങൾക്ക് നാളെ ജോലി കിട്ടുന്നത്. മെഡിക്കൽ കോളേജ് പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ സാധാരണ കോളേജ് പഠിച്ചത് കൊണ്ടോ കേരളത്തിൽ പഠിച്ചത് കൊണ്ടോ ഇങ്ങനെയൊന്നും വാല്യൂ വരുന്നില്ല. അത് നമ്മൾ സർട്ടിഫിക്കറ്റിനകത്ത് നമ്മളുടെ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. നിങ്ങൾ ഇപ്പോൾ നമ്മൾ ലോകത്ത് എപ്പോഴും ഉള്ള ഒരു സംസാരമാണ്, ലൈക്ക് മലയാളി നഴ്സസിന് ഡിമാൻഡ് കൂടാന്ന് പറയും. കേരളത്തിൽ പഠിച്ച നഴ്സസ് ഡിമാൻഡാണ് സാർ കേട്ടിരിക്കുന്നത്, മലയാളി നഴ്സസ് ഡിമാൻഡാണ് മലയാളി നേഴ്സ്. നിങ്ങൾ കർണാടകയിൽ പഠിക്കുന്ന പിള്ളേരുടെ നമ്പർ എടുക്കുകയാണെങ്കിൽ കേരളത്തില് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഏകദേശം 3 ഇരട്ടി കോളേജ് ബാംഗ്ലൂർ സിറ്റിക്കകത്ത് മാത്രമുണ്ട്. എൻ്റെ കർണാടകയിൽ 5 ഇരട്ടി കോളേജ് ഉണ്ട്. ഈ 5 ഇരട്ടി കോളേജിൽ പഠിക്കുന്ന പിള്ളേര് മലയാളികളാണ്. ഇവരാണ് സത്യത്തിൽ പഠിച്ച് വെളിയിലോട്ട് പോകുന്നത്. അതിന് മലയാളി നഴ്സസിനാണ് ഡിമാൻഡ്. കേരളത്തിൽ പഠിച്ചതോ തമിഴ്നാട്ടിൽ പഠിച്ചതോ മെഡിക്കൽ കോളേജ് പഠിച്ചതോ അല്ലെങ്കിൽ സാധാരണ ഹോസ്പിറ്റലിൽ പഠിച്ചതോ ഹോസ്പിറ്റൽ ഇല്ലാതെ പഠിച്ചതോ ഒന്നും ഒരു ക്രൈറ്റീരിയ അല്ല. നിങ്ങൾ മലയാളി ആയിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടോ, നിങ്ങൾക്ക് ജോലി ഉറപ്പായി നേഴ്സ് ആവണം. അതാണ് മെയിൻ ആയിട്ട്. കാരണം ഒത്തിരി പേരൻസിനോട് ഒരു ഡൗട്ട് തന്നെയാണ്, ഓൺ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ക്ലിനിക്കിൽ കിട്ടുള്ളൂ, നല്ല രീതിയിൽ ക്ലിനിക്കിൽ കിട്ടും. ഞങ്ങൾക്ക് ഇതിന്റെ ഡിബേറ്റ് വന്ന സമയത്ത് ഞങ്ങൾ ഈ ഒരു കാര്യം ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചായിരുന്നു, മലയാളി നഴ്സസിനാണോ കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അതല്ലെങ്കിൽ കേരളത്തിൽ പഠിച്ച ആൾക്കാർക്കാണ് ഡിമാൻഡ് ഉള്ളത്? ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു ഡൗട്ട് തന്നെയാണ്. ഓക്കെ, ഈ ഒരു ഡൗട്ട് എനിക്ക് ക്ലിയർ ആയി. പിന്നെ ഞങ്ങളുടെ ഓൺ ഹോസ്പിറ്റലിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, പ്ലേസ്മെന്റിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പഠിച്ചിറങ്ങിയത് ഇപ്പോൾ ആദ്യം 2003 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത കോളേജസ് ഇന്ന് വരെ ഞങ്ങൾക്ക് ഇപ്പൊ അലൂമിനി എന്ന് പറയുവാണെങ്കിൽ നമ്മളിപ്പം പഠിച്ചിറങ്ങിയ പിള്ളേരെ നമ്മൾ അവര് ഗ്രൂപ്പുകളും അവരെ ഇതുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതിന്റെ അതിന് മുമ്പത്തെ വർഷം പഠിച്ച പിള്ളേരെ മാത്രമേ നമുക്ക് ഇവിടെ ഒരു അലൂമിനി വിളിച്ച കിട്ടുന്നു. ബാക്കി ആരും ഇന്ത്യക്കകത്ത് ഇല്ല, എല്ലാവരും പുറത്തുപോയി. ഈവൻ കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയ പിള്ളേരിനകത്ത് മെജോറിറ്റി പിള്ളേർ OET പഠിക്കാൻ വേണ്ടി കയറിയിരിക്കും. ഞാനിവിടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് OET മാത്രം പഠിക്കാൻ വേണ്ടി പോകാതെ ക്ലിനിക്കിലോട്ട് കയറണം. എന്നിട്ട് ക്ലിനിക്കിൽ OET കൂടി പാരന്റിനെ കൊണ്ടുപോകത്തക്ക രീതിയിൽ പ്ലാൻ ചെയ്യണം. എന്നാലാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് പഠിച്ച് നന്നായിട്ട് കയറാൻ വേണ്ടി പറ്റത്തുള്ളൂ. പഠിത്തം മാത്രം കൊണ്ട് കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ കഴിഞ്ഞ വർഷം ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി പിള്ളേർ പറയും ഞാൻ OET കയറി എന്നാണ് പറയുന്നത്. പക്ഷേ 2 വർഷത്തെ പിള്ളേരെ ഞങ്ങൾക്ക് അധികം നടത്താൻ വേണ്ടി കിട്ടുന്നുണ്ട്. ആ തെറ്റിയാണ് ഇന്ത്യക്കകത്തില്ല. അതൊക്കെ രസം, ഇന്ത്യക്കകത്തില്ല. അന്നേരം ജോലി ടെൻഷൻ അടിക്കേണ്ട, എവിടെ പഠിച്ചാലും എങ്ങനെ ഇവിടെ ജോലിയെ കുറിച്ച് നഴ്സിംഗിനകത്ത് ഉറപ്പാണ്. നമുക്കിവിടെ എന്താ പറയാ ഒത്തിരി പ്ലേസ്മെന്റ് വരും. ഇപ്പം കഴിഞ്ഞ വർഷം ഞങ്ങൾ പഠിച്ചതിനകത്ത് ഞങ്ങൾ കുറെ പിള്ളേർ കയറിയിരിക്കുന്നത് OET പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാത്ത കുറെ പിള്ളേർ കയറിയിരിക്കുന്ന ഒന്ന് ഡൽഹി മാത്സ് നമുക്ക് ഇന്റർവ്യൂ വന്നായിരുന്നു, അവിടെ കുറെ പിള്ളേർ പ്ലേസ് ആയിട്ടുണ്ട്. പിന്നെ അംബാനി മഹാരാഷ്ട്ര അവിടെ പ്ലേസ് ആയിട്ടുണ്ട്. അതിൽ റിലയൻസിൻ്റെ പ്ലേസ് ആയിട്ടുണ്ട്. ടാറ്റേൻ്റെ അവരോട് പ്ലേസ്മെന്റ് വന്നിട്ടുണ്ട്. നമുക്ക് ദൈവത്തിന്റെ കൃതിയിൽ ഏകദേശം ഒരു 15ഓളം ഹോസ്പിറ്റലില് ഡയറക്റ്റ് ഇന്റർവ്യൂവിന് വേണ്ടി വരുന്നുണ്ട്. കേരളത്തിലെ പ്ലേസ്മെന്റ് കേരളത്തിലുണ്ട്. കേരളത്തിൽ ഇത്തവണ 3 പിള്ളേർ കയറിയിരിക്കുന്നത് വയനാട്ടിലെ മീൻസിലോട്ടാണ് കയറിയിരിക്കുന്നത്. പിന്നെ എനിക്ക് എന്റെ ഭാഗം കോഴിക്കോട് ആയതുകൊണ്ട് എനിക്ക് അവിടെ കുറിച്ച് അറിയാവുന്ന കൂടുതലായിട്ട് ഇവരെല്ലാം ആ മിഷൻ ബിലീവേഴ്സിന്റെ ഹോസ്പിറ്റലിൽ ഒത്തിരി പിള്ളേർ കയറിയിട്ടുണ്ട്. ഇവിടെ പഠിച്ച പിള്ളേർ. കോളേജ് പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഡയറക്റ്റ് പോയാലും ജോലിയെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ തന്നെ ഓൾമോസ്റ്റ് ഇവിടെ പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ പ്ലേസ്മെന്റ് വരും. നമ്മൾ എന്താ പറയുക, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്തായിരുന്നത്. അതായത് പിള്ളേരെ ഇപ്പം പ്ലേസ്മെന്റിന് ഞങ്ങളുടെ തിയറി പാർട്ട് ഏകദേശം നമ്മൾ ഒരു 3 മാസം കൊണ്ട് തന്നെ 3-4 മാസം മാക്സിമം 5 മാസത്തിനകത്ത് തിയറി പാർട്ട് മൊത്തം കഴിയും. അങ്ങനെയാണ് ബാക്കി നമ്മൾ പിന്നെ പിള്ളേരുടെ ഈ പ്രാക്ടിക്കൽസ് ഇങ്ങനെ പോകുന്നത്. അന്നേരം തന്നെ കഴിഞ്ഞ വർഷം അപ്പോളോ ഹോസ്പിറ്റലിൽ കണ്ടിന്യൂ ചെയ്തത് ട്രെയിനിങ് പോയ പിള്ളേർ തന്നെ 4-5 പിള്ളേര് അവിടെ കണ്ടിന്യൂ ചെയ്തു.
അവിടെ തന്നെ ജോലിയായിട്ട് കണ്ടിന്യൂ ചെയ്യും. അവർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യും അവരുടെ. അതിന് അങ്ങനെ പറ്റുന്നത്, അത് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ സെമസ്റ്റർ ബാച്ച് ആയിട്ട് അങ്ങനത്തെ ഒരു ടെൻഷൻ ഇല്ല. കാരണം ലാസ്റ്റ് 6 months കംപ്ലീറ്റ്ലി ഇന്റേൺഷിപ്പ്, അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യിക്കാൻ വേണ്ടി പറ്റും. സാറേ എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ കോളേജിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ധാരാളം സ്റ്റുഡൻസ് ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. എനിക്കപ്പോ ആ സ്റ്റുഡൻസിനെ കണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ്, വീഡിയോ കണ്ട പോലെ തന്നെയാണ് ക്ലാസ് കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ ചോദിക്കണം. ഞാനിപ്പോ സ്റ്റാഫിനോട് വിളിച്ച് പറയാം. അവിടെ നിന്ന് മാംസ് ഹെൽപ്പ് ചെയ്യും. മാംസ് തന്നെ നിങ്ങൾ കണ്ടാരൊക്കെ സ്റ്റുഡൻസിന്റെ പേര് അവിടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. മാംസ് ക്ലാസ് നിന്ന് അവരെ വിളിപ്പിച്ചു. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആരെയും ക്ലാസ്സിലേക്ക് എന്തെങ്കിലും ചെയ്യാറില്ല. പക്ഷെ നിങ്ങളെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ക്ലാസ്സിലെ വിളിപ്പിക്കാൻ പേര് കൊടുത്താൽ മതി. ആരൊക്കെ എന്നുള്ള പേര് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ സാർ. അപ്പോൾ അതിന്റെ ഒരു പെർമിഷൻ ഞാൻ വിളിച്ചു. ഓക്കെ, അപ്പോൾ താങ്ക് യു സാർ ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞതിന്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് അവരുടെ അടുത്ത് കോളേജിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. ഹായ്. ഹലോ. അപ്പോ നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും? ഓക്കെ, നിങ്ങളോട് കോളേജ് വന്നിട്ട് നിങ്ങളുടെ കോളേജിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പേര് ചോദിച്ചോട്ടെ. പേരെന്തായാലും നാട്ടിലെവിടെയാണ്? ആലപ്പുഴ. ആലപ്പുഴ. ജോത്സ്ന ഇടുക്കി. ദീപിക ഇടുക്കി. മെറിൻ കോട്ടയം, ഗൗരി ട്രിവാൻഡ്രം, അശ്വതി പാലക്കാട്, ആലപ്പുഴ. കൃഷ്ണ കോഴിക്കോട്, ഏഞ്ചൽ തൃശ്ശൂർ. കോളേജൊക്കെ എങ്ങനെയുണ്ട്? കോളേജ് ക്യാമ്പസ് ഒക്കെ അടിപൊളിയാണ്, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് ഒക്കെ എടുക്കുന്നത് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ട്. ഇംഗ്ലീഷിലെ ക്ലാസ്. ഇപ്പൊ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അതിൽ പറയുന്ന പോലെ തന്നെ കോളേജിലെ കാര്യങ്ങളെല്ലാം. ഓക്കെ, ക്ലിനിക്കിൽ പോകാൻ തുടങ്ങിയോ അതോ? ഇല്ലില്ല, എക്സാം കഴിഞ്ഞിട്ടാണ് എക്സാം എപ്പോഴാണ്? എക്സാം 23 ഇവര് എക്സാം വരാൻ പോകുന്നില്ലേ? അപ്പോ പോർഷൻസ് കാര്യങ്ങളെല്ലാം സിലബസ് എല്ലാം ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ നടത്തുന്നുണ്ടോ? എങ്ങനെയാണ്? മോഡൽ എക്സാം എടുക്കുന്നു പറഞ്ഞു. മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇനി ഫൈനൽ എക്സാമിലേക്ക് പോകുന്നത്. അതുപോലെ നിങ്ങളൊക്കെ എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഏത് ബാങ്കിലായിരുന്നു അപ്ലൈ ചെയ്തിട്ടുള്ളത്? SBI. ലോണൊക്കെ പാസ്സായി. നിങ്ങളുടെ ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ആ സമയത്ത് നിങ്ങളുടെ ഹോസ്റ്റലൊക്കെ എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്ന് ആ ഒരു ഇതായിരുന്നു അല്ലേ? കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഫുഡൊക്കെ എങ്ങനെയാണ്? ഫുഡ് നല്ല ഫുഡാണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ. പിന്നെ കഞ്ഞിയും പയറും ഉണ്ട്. പിന്നെ നോൺ വെജ് എഗ് ഉണ്ട്, ചിക്കൻ ഫുഡ് കുഴപ്പമൊന്നുമില്ലല്ലോ? ഫുഡ് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഭൂരിഭാഗം മലയാളി സ്റ്റുഡൻസ് അല്ലേ? നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് മലയാളത്തില് ട്രാൻസ്ലേറ്റ് ചെയ്തു തരുന്നുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, ഫുൾ ക്ലാസ് ഇംഗ്ലീഷിലാണ് തന്നെയാണ് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകാത്ത മലയാളികളും കുറവാണ്. പല ലാംഗ്വേജസ് ഒക്കെ പറയാറുണ്ട്. അവര് നമ്മളോട് അല്ലാതെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ മലയാളത്തിലാണ്, അല്ലാതെ ക്ലാസ് ഒക്കെ ഫുൾ ഇംഗ്ലീഷിലാണ്. ഡൗട്ട്സും ഇംഗ്ലീഷിൽ തന്നെ. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് മലയാളത്തിൽ പറഞ്ഞിരുന്നു? അത് ഓൺ ലാംഗ്വേജിൽ പറഞ്ഞിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കേരളത്തില് LBS ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം, അപ്പൊ അതിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, +2 എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കൊക്കെ? നിങ്ങൾക്ക് 90% ആയിട്ടുണ്ടായിരുന്നു. ഇയാൾക്കുണ്ടായിരുന്നു 95 ഉണ്ടായിരുന്നു. 80%, 85. എന്നിട്ട് കേരളത്തിൽ വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ടൈം ആണോ ഇവിടെ വന്നത് അതോ കിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ബുക്ക് ചെയ്ത്? കേരളത്തില് ഒരു ഇയർ വെയിറ്റ് ചെയ്തിട്ട് കിട്ടാതെ വന്നിട്ട് പിന്നെ വീണ്ടും ഇയാളല്ലേ? കഴിഞ്ഞ മുന്നത്തെ വർഷം +2 കഴിഞ്ഞതാണ്. ഒരു വർഷം കേരളത്തിൽ കിട്ടിയില്ല, ഫസ്റ്റ് തന്നെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും അല്ലേ? ഇവിടെ ആ സമയം ഇപ്പൊ ലാസ്റ്റ് ആയിരുന്നു. അപ്പൊ അഡ്മിഷൻസ് ഒക്കെ പല കോളേജിലും ഫില്ലായി. പിന്നെ അത് ഇനിയിപ്പോ വെയിറ്റ് ചെയ്യാൻ തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു 1 year ഡിഗ്രി നോക്കി അത് ക്വിറ്റ് ചെയ്ത് പിന്നെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. പാഷനായിരുന്നു. ഇപ്പോ നിങ്ങളുടെ റീസെന്റ് ആയിട്ട് പ്രോഗ്രാംസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഏതായിരുന്നു? ലാബ് ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു പ്രോഗ്രാം? നേഴ്സ് എന്നുള്ള നിലയിൽ നഴ്സിംഗ് ഫീൽഡില് കൂടുതലും കൾച്ചറൽസ് കുറവാണ്. പക്ഷെ ഇവിടെ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കൾച്ചറൽസിനാണെങ്കിലും ഇവർ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ആണെങ്കിലും എല്ലാ പരിപാടിക്കും ഇറക്കുന്നുണ്ട്. എല്ലാത്തിനും നമ്മൾ എല്ലാ പിള്ളേരും ഇറക്കുന്നുണ്ട്. DJ ഞങ്ങളുടെ ഫ്രഷേഴ്സിനും ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോ കോളേജിൽ വന്നിട്ട്
ഓൾമോസ്റ്റ് ഒരു 6 മന്തിന്റെ അടുത്തായില്ലേ? 6 മന്ത് ആയില്ലേ? ഓക്കെ. അതിന്റെ ഇടയിൽ ലീവ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ? ഓക്കെ. അപ്പൊ നാട്ടിലേക്ക് പോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ? ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കോളേജ് ബസ് അടുത്ത മെട്രോ സ്റ്റേഷൻ വരെ കൊണ്ടുപോകും. അവിടെ നിന്ന് മെട്രോ എല്ലാം ട്രാവലിംഗ് ഒക്കെ സുഖമായിട്ട് പോകുന്നു. അടുത്തടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ്, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ എല്ലാം വന്നു. അത് ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ബുദ്ധിമുട്ടൊന്നും കോളേജിൽ അതിന്റെ ഗൈഡൻസ് കോളേജിൽ നിന്ന് അതിന് ബസ്. അതുപോലെ നിങ്ങളുടെ ഇവിടുത്തെ സീനിയേഴ്സ് ഒക്കെ ആയിട്ടുള്ള നിങ്ങളുടെ കമ്പനി എങ്ങനെയാണ്? സീനിയേഴ്സ് എല്ലായിട്ട് നല്ല കമ്പനിയാണ്. അവർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ അവരുടെ അവർ പറഞ്ഞുതരും. റെക്കോർഡ് ആണെങ്കിലും അസൈൻമെന്റ് ആണെങ്കിലും അവര് നമുക്ക് ഹെൽപ്പ് ചെയ്യും. എങ്ങനെ എഴുതുന്നതെന്നൊക്കെ പറഞ്ഞുതരും. ഒരു പാമ്പറിംഗ് ആണ് നമ്മള് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ, നമുക്ക് പെട്ടെന്ന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അമ്മ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനായിട്ട് നമ്മളെ ഏത് രീതിയിലാണെങ്കിലും ഹെൽപ്പ് ചെയ്യും. ഇപ്പോ നിങ്ങൾക്ക് ഇവിടെ റാഗിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? റാഗിങ് ഒന്നും ഓക്കെ. ഇപ്പൊ ഫ്രഷേഴ്സ് ഡേ ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ആ സമയത്ത് നിങ്ങൾക്ക് റാഗിങ് ചെറിയ ടാസ്ക് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്? ഇല്ല, എല്ലാ ടീച്ചേഴ്സിന്റെ എല്ലാരും ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല. അതൊരു ഫണ്ണി ആയിട്ട്. അതുപോലെ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ട് നല്ല കമ്പനിയാണ് പറഞ്ഞല്ലേ? അപ്പൊ അവര് ഇവിടുന്ന് ക്ലിനിക്കിലെല്ലാം പോയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ടോ? ഷെയർ ചെയ്തിട്ടുണ്ട്. അവര് ക്ലിനിക്കില് അവരുടെ പോസ്റ്റിങ്ങിനെ കുറിച്ച് അവരുടെ എക്സ്പീരിയൻസ് ഞങ്ങളെ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്ന പോലെ അല്ല, കുറച്ച് ടഫാണ് ക്ലിനിക്കിൽ ചെയ്യുമ്പോൾ. പക്ഷെ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഇവിടെ ടീച്ചേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അവരെല്ലാം പറഞ്ഞു തരും, പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യും. നമുക്ക് കൃത്യമായിട്ട് നല്ലൊരു ക്ലിനിക്കൽ ഇത് തന്നെ കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അവിടെയാണെങ്കിലും ഫുഡും അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. ക്ലിനിക്കിൽ പോകുന്ന അപ്പോളോയിലാണ് ക്ലിനിക്ക് അവർക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് ഇപ്പൊ ആയിട്ടില്ല. ഞങ്ങളുടെ GNM ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. അവർക്ക് ഫ്രഷേഴ്സ് പോയിട്ടേ ഉള്ളൂ. അവര് ഇന്നാണ് പോയിട്ടുള്ളൂ. അവര് പോയി വന്നാ നിക്കുന്നേ. അവര് അമൃത ഹോസ്പിറ്റൽ. അപ്പൊ നിങ്ങൾ എല്ലാരും എക്സാമിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയല്ലേ? എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാം നന്നായിട്ട് എഴുതുക. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് ഭാരതി കോളേജിലെ വിശേഷങ്ങൾ. ഞങ്ങൾ കോളേജിൽ സാറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സാറ് കോളേജിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നഴ്സിംഗിലേക്കുള്ള അഡ്മിഷനെ പറ്റിയിട്ടും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് GNM വരുന്നുണ്ട്, BSc നഴ്സിംഗ് വരുന്നുണ്ട്, പോസ്റ്റ് BSc നഴ്സിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ MSc നഴ്സിംഗ് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കോളേജിൽ അഡ്മിഷനോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.